ഓൺലൈൻ എഡ്ടെക് പ്ലാറ്റ്ഫോമായ കോപ്പറേറ്റീവ് എഡ്യൂടെക് കേരള PSC കൺഫർമേഷൻ വന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള പരിശീലന ക്ലാസ്സിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ കൺഫർമേഷൻ നൽകേണ്ട സമയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൊഡ്യൂൾ 7 ആയ ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, പ്രൈമറി മാർക്കറ്റ്, പിന്നെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. അത് ഒരു മെത്തേഡ് പബ്ലിക് ഇഷ്യൂ ആണ്, മറ്റൊന്ന് പബ്ലിക് ഇഷ്യൂവിൻ്റെ രണ്ട് രീതികൾ IPO ആണ്, FPO ആണ്. പിന്നെയുള്ളത് പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. പിന്നെ അടുത്ത ഭാഗം സെക്കൻഡറി മാർക്കറ്റ്, ഫങ്ഷൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് ആണല്ലോ. പിന്നെ നെക്സ്റ്റ് പാർട്ട് ഡിമെറ്റലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, അതായത് BSE NSE. പിന്നെ വേറെ പാർട്ട് ലിസ്റ്റിംഗ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഒരു ചെറിയൊരു മൊഡ്യൂളാണ് 7 മാർക്കിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ആദ്യ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന IPO ആണ്. എല്ലാ മൊഡ്യൂളിലേക്കും പോകുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാത്തൊരു ഭാഗവുമായിരിക്കാം. കോപ്പറേറ്റീവ് എഡ്ടെക് കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് മേഖലയിൽ പരിശീലനം നൽകുന്ന എഡ്ടെക് പ്ലാറ്റ്ഫോമാണ്. ഫോളോ ചെയ്യാത്തവർ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകളുടെ നോട്ടുകൾ, MCQ സീരീസുകൾ ഗ്രൂപ്പിൽ വരുന്നതാണ്. ആദ്യ ക്ലാസ് ആയതിനാൽ തന്നെ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ഇതിൽ IPO അതുമായി ബന്ധപ്പെട്ട ടേംസുകളാണ് പഠിക്കേണ്ടത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ് IPO എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ ചോദിക്കാറുണ്ട്. ഒരിക്കലും ഒരു സെറ്റ് എക്സാമിന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ING വരുന്ന അവസാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഫുൾ ഫോം. അത്ര പോലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്കുള്ള MCQ സീരീസിന് മുമ്പ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ഭാഗത്ത് നമുക്ക് പറയേണ്ടത് എന്താണ്, വാട്ട് യു മീൻ ബൈ IPO ആണ്. ആദ്യമേ പറഞ്ഞ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അതിന് IPO പ്രോസസ്സ് എന്നൊക്കെ പറയാം. പബ്ലിക്കിന് വരുന്നതിന് വരെ ആ കമ്പനി ആരുടെ കയ്യിലാണ്, പ്രൊമോട്ടറുടെ കയ്യിലാണ്. പബ്ലിക്കിന് അതിൽ ഹോൾഡിംഗ് ഇല്ല. IPO പ്രോസസ്സ് കഴിയുമ്പോഴാണ് അത് പബ്ലിക്കിന് അതിൽ എന്ത് വരുന്നത്, ഇക്വിറ്റി ഓണർഷിപ്പ് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ശരിക്കും IPO എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് എ പ്രൈവറ്റ് കമ്പനി ഓഫർ ഷെയർസ് ടു ദി പബ്ലിക് ഫോർ ഫസ്റ്റ് ടൈം. അതാണ് ഇനീഷ്യൽ പബ്ലിക് എന്ന് പറഞ്ഞത്, ഫോർ ദി ഫസ്റ്റ് ടൈം ആൻഡ് ബിക്കം എ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി. ഇപ്പോൾ ഈ പ്രോസസ്സിലൂടെ മാത്രമേ കമ്പനി പബ്ലിക്കലി ലിസ്റ്റഡ് ആവുന്നുള്ളൂ, പബ്ലിക് കമ്പനി ആവുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആ നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നു. ആ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്, കമ്പനിയുടെ ഷെയർ പബ്ലിക്കിലേക്ക് കൈമാറുന്ന ആ പ്രക്രിയയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അത് ആദ്യം ഇഷ്യൂറാണ്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഏതാണോ അല്ലെങ്കിൽ ആരാണ്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് 2017 IPO നടത്തിയിരുന്നു. ആ സമയത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇവിടെ ഇഷ്യൂറായിട്ട് വരിക, കമ്പനി ഓഫറിംഗ് ഷെയർസ് ടു ദി പബ്ലിക്. പിന്നെ വരുന്നത് അണ്ടർറൈറ്ററാണ്. അക്കൗണ്ടിങ് ടേംസ് പോയിന്റ് ഓഫ് വ്യൂ അണ്ടർറൈറ്റിംഗ് എന്താ നമുക്കറിയാം. പക്ഷെ ഇവിടെ അണ്ടർറൈറ്റിംഗ് ഉദ്ദേശിച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ദാറ്റ് ഹെൽപ്പ് വിത്ത് IPO പ്രോസസ്സ്. നോർമലി കൊച്ചിൻ ഷിപ്പ്യാർഡ് അല്ല IPO നടത്തുക. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആ സമയത്ത് ഒരു മർച്ചൻറ്റ് ബാങ്ക് ഉണ്ടാവും, ഒരു മീഡിയേറ്ററായിട്ട്. അവരാണ് ഇവിടെ എന്തായിട്ട് വരിക, അണ്ടർറൈറ്ററായിട്ട് വരിക. പിന്നെ വേറെ എന്നുള്ളത് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. ഒരു പക്ഷേ താഴെയുള്ള റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കേട്ടിട്ടുണ്ടാവും, RHP എന്ന് പറയാറുണ്ട്. ആ ഡോക്യുമെൻറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ആണ് എന്ത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡോക്യുമെൻറ്റ് ഫയൽഡ് വിത്ത് SEBI. അത് SEBIയിൽ ഫയൽ ചെയ്തിട്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ ആ ഡ്രാഫ്റ്റ് കോപ്പിയാണ് എന്ത്
ഈ പ്രോസ്പെക്ട്സ് പോലുള്ള ഒരു ഡോക്യുമെൻ്റാണ്. കമ്പനി ചെയ്യാൻ പോകുന്ന ഷെയറുകൾ അതിന് എത്ര എണ്ണം എന്നൊക്കെ സൂചിപ്പിക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ പ്രോസ്പെക്ടസ് ഉണ്ടാണ്. അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കോപ്പിയാണ് എന്ത്, DRHP എന്ന ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് കോപ്പി അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താകുന്നുണ്ട്, അത് ഫൈനൽ ആവുന്നുണ്ട്, അത് അപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ആ സമയത്ത് അത് എന്ത് പറയും, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ RHP എന്ന് പറയും, ഫൈനൽ പ്രോസ്പെക്ട്സ് ബിഫോർ IPO. IPOൻ്റെ മുൻപേ ഉള്ള ഈ പ്രോസ്പെക്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക, വിവരങ്ങൾ കിട്ടുന്ന ഒരു ഔദ്യോഗിക ഡോക്യുമെൻ്റ് കൂടിയാണ് എന്ത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞത്. പിന്നുള്ളത് പ്രൈസ് ബാൻഡ് ആണ്. പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രൈസ് ബാൻഡിലാണ് ആളുകൾക്ക് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അന്ന് അവർ 2017 ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, ധാരാളം കമ്പനികൾ IPO വരാറുണ്ട്. നിലവിൽ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, പുതിയ കമ്പനികൾ ഒരു പക്ഷേ പേര് അത് പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനികളായതുകൊണ്ട് പേര് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോളുണ്ടാവില്ല. അതാണ് നമുക്ക് പരിചയമുള്ള പേര് പറഞ്ഞത്. 2017 കൊച്ചിൻ ഷിപ്പ്യാർഡ് വന്ന സമയത്ത് അവർ പ്രൈസ് ബാൻഡ് 424 മുതൽ 432 പെർ ഷെയർ ആയിരുന്നു. ആ ഒരു വിലക്കകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പബ്ലിക്കിന് അത് ബിഡ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ആ സമയം, അതുകൊണ്ട് തന്നെ മാക്സിമം വിലയിൽ എന്ത് ചെയ്യേണ്ടി വരും, ബിഡ് ചെയ്യേണ്ടി വരും. ഈ ഇവിടുത്തെ കേസിൽ 432 ആണെങ്കിൽ അതിൽ ഇട്ട് അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുന്ന കാര്യം ഉറപ്പില്ല, കാരണം സബ്സ്ക്രൈബേഴ്സ് ഓവർ ആയിരിക്കുമല്ലോ നോർമലി. തിരിച്ചും വരാം, കമ്പനി എല്ലാം അട്രാക്റ്റീവ് അല്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷനും ആവാറുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിക്കാം. അപ്പോൾ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് റേഞ്ചാണ്, ഇൻവെസ്റ്റേഴ്സിന് ബിഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ത് ചെയ്യും, IPO പ്രോസസ്സിലുണ്ടാവും. അവർക്ക് പറയാവുന്നൊരു വില, ഒരു പ്രൈസ് ബാൻഡ് ഉണ്ടാവും. ആ പ്രൈസ് റേഞ്ചിനെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് കട്ട് ഓഫ് പ്രൈസ് ആണ്. കട്ട് ഓഫ് പ്രൈസ് പറഞ്ഞാൽ ആ പ്രൈസ് ബാൻഡിൽ അപ്ലൈ ചെയ്താലും അവസാനം ഒരു പ്രൈസിനായിരിക്കുമല്ലോ ഇത് എന്ത് ചെയ്യാം, ഫൈനലൈസ് ചെയ്യുക. ആ പ്രൈസാണ് എന്ത്, ഫൈനൽ പ്രൈസ് അറ്റ് വിച്ച് ഷെയർസ് ആർ അലോട്ടഡ്. ഇപ്പോൾ 424 മുതൽ 432 പ്രൈസ് ബാൻഡിൽ 432 അന്ന് എന്ത് ചെയ്തത്, അതിൻ്റെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ ആ വിലക്ക് എന്ത് പറയല്, ആ ഹൈസ്റ്റ് വിലയാണ് എന്ത്, 432. ആ വിലയാണ് എന്ത് ഇവിടെ കട്ട് ഓഫ് പ്രൈസ് എന്നത്. പിന്നെ ലോട്ട് സൈസ് ആണ്. ലോട്ട് സൈസ് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഷെയർ വാങ്ങാം. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ഷെയറിന് വില കൊടുത്ത് അത് വാങ്ങാൻ പറ്റും, ഒരു ലോട്ട് വേണമെന്നില്ല. പക്ഷേ IPO പ്രോസസ്സിൽ എപ്പോഴും ലോട്ട് അല്ലെങ്കിൽ ലോട്ട് സൈസ് പറയും. ഇത്ര ലോട്ടേ ഒന്ന് വാങ്ങാൻ കഴിയില്ല, ഒരു ലോട്ട് സൈസ് അവർ പറയും. ഇപ്പോൾ മെയിൻ ബോർഡ് IPO, SME IPO 2 വിധം കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ മെയിൻ ബോർഡ് IPO എപ്പോഴും അറൗണ്ട് 15,000 താഴേക്കാണ് വരാറ്. പിന്നെ SME IPOകൾ 2 ലക്ഷത്തിനടുത്ത് താഴേക്കുമാണ് വരാറുള്ളത്. അപ്പോൾ ആ വിലക്ക് അനുസരിച്ചുള്ളൊരു ലോട്ട് സൈസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം തീ കത്തിക്കാൻ ഇവിടെയൊക്കെ നാട്ടിൽ തീപ്പെട്ടി എന്ന് ഉപയോഗിക്കുക, മാച്ച് ബോക്സ് പറയാമല്ലോ. അപ്പോൾ അത് ചെറിയ പാക്കറ്റാണ് കിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് കടയിൽ പോയിട്ട് അതിന് ഒരു കുള്ളി മാത്രമേ കിട്ടൂലല്ലോ, ഒരെണ്ണം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് അവർ തരുള്ളൂ, അല്ലാതെ ലൂസ് ഒന്നും തരാറില്ലല്ലോ. അവിടെ എന്താ ലോട്ട് എന്താണ്, ആ പാക്കറ്റാണ്, അത് ഒന്നിച്ചെടുത്ത് പോരണം. എന്നതുപോലെ ഇവിടെ ഒരെണ്ണം കിട്ടൂല, ലോട്ട് സൈസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഷെയർസ് ആർ ഇൻവെസ്റ്റർ മസ്റ്റ് അപ്ലൈ ഫോർ. അവരെ അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും മിനിമം ലോട്ട് സൈസാണ് ലോട്ട് സൈസ്, മിനിമം നമ്പറാണ് ലോട്ട് സൈസ്. ലിസ്റ്റിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ലിസ്റ്റിംഗ്. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, എൻറോൾമെൻ്റ് ആണ്. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NSE അല്ലെങ്കിൽ BSEയിൽ അല്ലെങ്കിൽ രണ്ടിലും കൂടെയോ ആ സ്റ്റോക്ക് എൻറോൾ ചെയ്യാണ്. അതിൽ അഡ്മിറ്റ് ആക്കുന്ന ആ പ്രോസസ്സിനെ എന്താ പറയല്, ലിസ്റ്റിംഗ് എന്ന് പറയല്. അപ്പോൾ മുതൽ മാത്രമേ പബ്ലിക്കിനത് അല്ലെങ്കിൽ ബൈ സെൽ ചെയ്യാൻ കഴിയുള്ളൂ. അതുവരെ ഇത് പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് എത്തിയില്ല. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർ സ്റ്റാർട്ട് ട്രേഡിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് NSE ഓർ BSE. അതിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയാം. ജസ്റ്റ് സിമ്പിളായി പറയുമെങ്കിൽ എൻറോൾമെൻറ്റ് ഓഫ് ഷെയർ ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതാണ് ലിസ്റ്റിംഗ് എന്ന് പറയാം. ലിസ്റ്റ് ചെയ്യാം. ഡീലിസ്റ്റിംഗ് കൊണ്ട് ജസ്റ്റ് തിരിച്ച് ഓപ്പോസിറ്റാണ്. ചില കമ്പനികൾ ഡീലിസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ അത് അവിടെ പറ്റില്ല, അത് ഡീലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്ന് പുറത്താക്കി കമ്പനി, എക്സ്ചേഞ്ചിൽ ആ കമ്പനി എൻറോൾമെൻറ്റ് റോൾ എന്നൊക്കെ പുറത്ത് പോയി. പിന്നീട് അതിനുശേഷം പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ബൈ സെൽ ചെയ്യാൻ കഴിയില്ല. അതാണ് ഡീലിസ്റ്റിംഗ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞേ ഉള്ളൂ. മുകളിൽ സൂചിപ്പിച്ച RHPൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മതിയാവില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. എ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇസ് ഇനീഷ്യൽ ഡോക്യുമെൻറ്റ്
ഇനീഷ്യൽ ഡോക്യുമെൻ്റ് ഒരു പോയിൻ്റാണ്. എ കമ്പനി ഫയൽ വിത്ത് റെഗുലേറ്ററി ബോഡീസ് ലൈക്ക് സെബി ബിഫോർ ആൻ IPO. It provides detailed overview of the company, its financials and the proposed IPO. അപ്പോൾ ആ ഡ്രാഫ്റ്റ് കോപ്പിയാണ് എന്ത് DRHP. അത് ഫൈനലൈസ് ചെയ്യും. SEB അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആയി എന്ന് പറഞ്ഞാൽ ഫൈനലൈസ്ഡ് വേർഷൻ ഓഫ് DRHP, അപ്ഡേറ്റഡ് വിത്ത് സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ലൈക്ക് IPO പ്രൈസ് ആൻഡ് നമ്പർ ഓഫ് ഷെയർ സബ്മിറ്റഡ് ആഫ്റ്റർ SEBI അപ്രൂവൽ. ഇതാണ് മെയിനായിട്ട് ആ രണ്ട് ഡോക്യുമെൻ്റ് തമ്മിലെ വ്യത്യാസം. നമുക്ക് ഒരു IPO കാറ്റഗറി കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് വേർഷൻ ഇവിടെ അവസാനിപ്പിക്കാം. IPO കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. IPO പ്രോസസ്സിൽ ഇൻവെസ്റ്റേഴ്സ് പല വിധത്തിലാവാം, പല കാറ്റഗറി ഉണ്ട്. അത് റിട്ടെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, QIB ഉണ്ടാവും, ചില ടീം NII ആയിരിക്കും, അങ്ങനെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ആളുകൾ നോക്കാം, അവർക്ക് സ്പെസിഫിക് കോട്ടയും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ QIB എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയറാണ്. QIBക്ക് എക്സാമ്പിളാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, പെൻഷൻ ഫണ്ട് കമ്പനികൾ, അങ്ങനെ വമ്പൻ LIC പോലുള്ള കമ്പനികളൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരാം? QIB. അപ്പോൾ അവരെ ആപ്ലിക്കേഷൻ QIB ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ അപ്ലൈ ചെയ്യാം. എങ്കിൽ SEBI രജിസ്റ്റേർഡ് ടീമുകളാണ് എന്ത് QIB എന്ന് പറഞ്ഞത്. അവർക്ക് 50% കോട്ട അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെയുള്ള വേറെ കാറ്റഗറി NII ആണ്. അത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലെ ടീം അല്ലാത്തത്, അതിൻ്റെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് 15% ആയിരിക്കും അവർക്ക് എന്തുണ്ടാവുക, അവർക്കുള്ള കോട്ട. അത് HNIs, കോർപ്പറേറ്റുകൾ, അത് രണ്ട് വിധം NIIs ഉണ്ട്. താഴെ കാണാൻ പറ്റും, ഏറ്റവും താഴെ കാണാൻ പറ്റും. അതായത് SNII, BNN, അതായത് സ്മോൾ NII ടീമുണ്ട്, ബിഗ് NII ഉണ്ട്. എന്തുകൊണ്ട് സ്മോൾ ബിഗ് പറയാൻ കാരണം 2 lakh to 10 lakh വരെയാണെങ്കിൽ അത് സ്മോൾ ആണ്, 10 lakh എബോവ് ആണെങ്കിൽ ബിഗ് NII ആണ്. നോർമലി ഇവിടെ രണ്ടാമത്തെ കേസായ NII നോർമലി 10 lakhന് മുകളിലുള്ള നോൺ ആപ്ലിക്കേഷൻസിനെയാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ രണ്ട് ടീം പറഞ്ഞു, QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ SEBI രജിസ്റ്റേർഡ് ആയ മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് പോലുള്ള വമ്പൻ കമ്പനികൾ. അതിൽ പെടാത്ത ടീമാണ് NII. അവർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മുകളിലുള്ള അല്ലെങ്കിൽ 2 to 10 എബോവ് രണ്ട് ടീം സബ് കാറ്റഗറി ഉണ്ട്. അതിൽ സ്മോളും ബിഗും എന്ന് പറഞ്ഞു. പിന്നെയുള്ള ടീമാണ് നോർമലി ഇൻഡിവിജ്വൽ നമ്മളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിട്ടെയിൽ കാറ്റഗറി വരിക. റിട്ടെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. 30% കോട്ട അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ 30 റീറ്റെയിലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു 2 lakh ആണ്. ഇൻഡിവിജ്വൽസ് അപ് ടു 2 lakh ആണ് ഇതിൽ വരിക, ഈ റീറ്റെയിലിൽ വരിക. അവർക്ക് 2 lakh ഒരു എമൗണ്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അവർ കോട്ട 35 ആണ്. പിന്നെ വേറെ ടീം ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവർ IPO പ്രോസസ്സിന് മുമ്പേ വരും. നമ്മൾ IPO ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ആര് ചെയ്തു പോയിട്ടുണ്ടാവും? ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ IPO കുറച്ചുകൂടി പോപ്പുലർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. കാരണം ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർ ഇത്ര റേഷ്യോയിൽ ഇത്ര മടങ്ങ് അവർ അപേക്ഷകൾ വന്നിട്ടുണ്ട് എന്നതൊക്കെ IPO കൂടുതൽ റീറ്റെയിലേഴ്സിന് മറ്റുള്ളവർക്ക് അട്രാക്റ്റീവ് ആക്കും. അപ്പോൾ ആ ടീമാണ് എന്ത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. അതാണ് യെല്ലോ ഇട്ടത് പ്രീ IPO ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. IPOന് തൊട്ട് മുമ്പ് എന്ത് വന്ന് പോയിട്ടുണ്ടാവും? ആങ്കർ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടാവും. അതായത് അലോക്കേഷൻ ബിഫോർ IPO ഓപ്പൺസ്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സും കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ പറയാനുണ്ട്. തൽക്കാലം ഇതിപ്പോൾ അവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.